നാണമില്ലാതെ ശരീഅത്തിന്റെ പ്രവർത്തനങ്ങൾ കളയുന്ന ആളുകളാ. വിവാഹത്തിൽ എത്രയോ ആളുകൾ ശരീഅത്തിന്റെ നിയമങ്ങൾ കളഞ്ഞു കുളിക്കുകയാ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഇസ്ലാമിന് പ്രശ്നമുണ്ടോ? ഉണ്ട്, യാതൊരു സംശയവുമില്ല. വിവാഹ ജീവിതത്തിൽ എന്തെല്ലാം സംസ്കാരങ്ങളാണ് നമ്മൾ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, എന്തെല്ലാം സംസ്കാരങ്ങളാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരാത്ത ഏതെല്ലാം ആചാരങ്ങളാണ് വിവാഹത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരയിടുകയാ, ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരങ്ങളെക്കാൾ, ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാരങ്ങളെക്കാൾ ഇസ്ലാമിന്റെ സംസ്കൃതിയിൽ ജീവിക്കുന്ന മുസൽമാന്റെ ആചാരങ്ങൾ, പ്രിയപ്പെട്ടവരെ, അനാചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാ. ഹൈന്ദവ സഹോദരങ്ങൾ ഒരിക്കലും ദുർവിനിയോഗം നടത്തുന്നില്ല. അവരുടെ വിവാഹത്തിന് ഒരിക്കലും അവരുടെ വിവാഹ പന്തലുകളിൽ ആർഭാടങ്ങൾ കാണിക്കുന്നില്ല. ഏറ്റവും വലിയ ആർഭാടം കാണിക്കുന്നത് ആരുടെ കല്യാണമാണ്? ചിന്തിച്ചു നോക്ക്. വീട് കൂടൽ ആർഭാടം കാണിക്കുന്നത് ആരുടെ ആരുടെ വീട് കൂടലിലാണ്. അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ടാലും പ്രസവവുമായി ബന്ധപ്പെട്ടായാലും എന്തെല്ലാ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ സംസ്കൃതിയിൽ ഏറ്റവും കൂടുതൽ കടത്തിക്കൂട്ടലുകളുള്ള മതം ഇസ്ലാമല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മളോട് പറഞ്ഞ ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾക്ക് അപ്പുറപ്പ് നിന്നുകൊണ്ട് ആദർശത്തിൽ വെള്ളം ചേർക്കുന്നവരെ, സഹോദരങ്ങളെ, ഷാഫി ഇമാമിനോട് ജനങ്ങൾ വന്ന് പറയുകയാ, ഒരു കാര്യം ചെയ്യുമ്പോൾ ലജ്ജ പോകുമെങ്കിൽ ആ കാര്യം ഞാൻ ചെയ്യൂല മക്കളെ എന്ന് പറഞ്ഞ ഷാഫി ഇമാം അങ്ങേയറ്റത്തെ വാക്കെടുത്തിട്ട് പറഞ്ഞു, ഒരാൾ വെള്ളം കുടിക്കുന്നത് ലജ്ജ നഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ജലപാനം ചെയ്യൂല. ഇത്രയും ആവേശത്തോടെ പ്രസംഗിച്ച ഷാഫി ഇമാമിന്റെ മുമ്പിൽ പൊതുജനങ്ങൾ പറയുകയാ, തങ്ങളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇവിടെ കുറെ ആളുകളെ തഫസ്സാൻ ശരീഅത്തില്ലാഹി ബിലാ ഹയാ, ഒരു നാണവുമില്ലാതെ പടച്ചവന്റെ ആദർശത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന്, ദീനിന്റെ ചിഹ്നങ്ങളിൽ നിന്ന് മാറി നടക്കുകയാ. സഹോദരങ്ങളെ, വിവാഹത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ ഏതെല്ലാം കാര്യങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. പണ്ഡിതന്മാര് ധീരമായി പറയേണ്ട കാലമാ. ഒരു പള്ളിയിൽ ഇമാമ നിക്കാഹിന്റെ ആർഭാടങ്ങൾക്കെതിരെ പ്രസംഗിച്ചാൽ ആ പള്ളിയിലെ ഇമാമിനെ പുറത്താക്കിയാൽ, സഹോദരങ്ങളെ, 100 ഇമാമിങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലായതുകൊണ്ടാണ് ഇന്നൊരൊറ്റ ഇമാമിനും അത് പറയാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് സംസ്കാരങ്ങൾ, ഇസ്ലാമികമല്ലാത്തതൊന്നും ആ അനുഷ്ഠാനങ്ങളിൽ, ആരാധനകളിൽ വരാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഓരോ ചിഹ്നങ്ങളിൽ നിന്ന് ജനങ്ങൾ പോകുന്നു എന്ന് ഷാഫി ഇമാമിനോട് പറയുമ്പോ ഷാഫി ഇമാം വല്ലാതെ വികാരത്തോടെ കേട്ട് നിൽക്കുകയാ. ജനങ്ങൾ പറഞ്ഞു, തങ്ങളെ, ആളുകൾ പള്ളിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് ലജ്ജയില്ലാതെ. ആളുകൾ പള്ളിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാ ലജ്ജയില്ലാതെ. തെളിവാണോ? ടൗണിലെ പള്ളികളാണെങ്കിൽ മൂത്രമൊഴിക്കാനും ബാത്റൂമിൽ പോകാനും പള്ളി കോമ്പൗണ്ടിൽ കയറും. അവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവർ നേരെ പള്ളിയിൽ നിന്ന് പോവുകയും ചെയ്യും. അല്ലേ? ഇത് കാരണം പള്ളി പൂട്ടിയിടാൻ പറ്റുമോ? എപ്പോഴാ ജനങ്ങൾ നിസ്കരിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആലോചിച്ച് നോക്കിയേ, പള്ളിയുടെ ബാത്റൂം പൊതു ശൗചാലയമായി ഉപയോഗിക്കുന്ന കാലം. പള്ളിയിൽ കയറി നിസ്കരിക്കാൻ മനസ്സില്ല, എഴുതി വെക്കേണ്ടി വന്നു മഹല്ല് ഭാരവാഹികൾക്ക്. ബാത്റൂം ഉപയോഗം നിസ്കരിക്കാൻ വരുന്നവർക്ക് മാത്രമെന്ന് എഴുതി വെക്കേണ്ടി വന്നു. എന്താ കാര്യം? അവനവൻ തോന്നിയതുപോലെ പള്ളിയിൽ കയറുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ കയറുന്നു, അല്ലെങ്കിൽ ചർച്ചിൽ കയറുന്നു, എന്നിട്ട് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നു, എന്നിട്ട് ആരാധനകളിൽ പങ്കാളികളാകാതെ അവിടെ നിന്ന് പോകുന്നു. ഇത് ഷാഫി ഇമാമിനോട് ജനങ്ങൾ പരാതിയായി പറയുകയാണ്, വഅദ്ബറ അനിൽ മസ്ജിദി, കുറെ ആളുകൾ പള്ളിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ബിലാ ഹയാ, ഒരു നാണോ ഇല്ലാതെ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇവനൊക്കെ നാണോ ഉണ്ടോ? പള്ളിയുടെ ബാത്റൂം ഉപയോഗിച്ച്, പള്ളിയിൽ വന്നിട്ട് ശൗചാലയം ഉപയോഗിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഒളുവെടുത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ നിൽക്കാതെ പിന്തിരിഞ്ഞോടുന്നത് നാണമില്ലാതെ, ഉളുപ്പില്ലാതെ, ലജ്ജയില്ലാതെ. പള്ളിയിൽ പരാതിയുടെ വലിയ ഭാണ്ഡക്കെട്ടുമായി വരുന്ന ആളുകൾ. ടൗണിലെ പള്ളിയിലെ മോട്ടർ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ ടാങ്ക് നിറഞ്ഞു, വെള്ളം തുളുമ്പിക്കളയുന്നു. ആ സമയത്ത് മോദീനില്ലേടാ, ഇമാമില്ലേടാ, കമ്മിറ്റിക്കാർ എവിടെ പോയടാന്ന് ചോദിച്ചിട്ട് കുറെ എണ്ണം പള്ളിമുറ്റത്ത് വരുന്നു.
അവസാനം ആളുകൾ കൂടുന്നു. പാവപ്പെട്ട മുഅദ്ദിൻ സാഹിബ് മറന്നുപോയതാണ് ഈ മോട്ടോർ ഓഫാക്കാൻ. അയാൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കി ഹൗദിലൊക്കെ തുറന്നു വിട്ട് പരിഹരിച്ചു. ഇഖാമത്തിന്റെ സമയമായി. പരാതിയുടെ പാണ്ടക്കെട്ടുമായി വന്നവന്മാര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇമാമും മുഅദ്ദിനും നിസ്കാരവും നിർവഹിക്കുന്നു. ഇത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതികൾ കണ്ടുപിടിക്കാൻ പള്ളിയിൽ വരും. പക്ഷേ അദ്ബറ അനിൽ മസ്ജിദി, സുജൂദ് ചെയ്യാൻ നിൽക്കാതെ, അള്ളാഹുവിന്റെ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കാതെ, ഒരു നാണോ ഇല്ലാതെ പള്ളിയുമായി കയറി ബന്ധപ്പെട്ടിട്ട് പള്ളിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവർ ഈ നാട്ടിലുണ്ട് തങ്ങളെ. ഷാഫി ഇമാം നന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാ. ഇസ്ലാമിന്റെ ബന്ധം മുറിച്ച ആളുകളുണ്ട്, ഒരു ലജ്ജയുമില്ല. ഇസ്ലാമിന്റെ ബന്ധം മുറിച്ച കുറെ ആളുകളുണ്ട്, യാതൊരു ഉളുപ്പുമില്ലാതെ. എന്താ ചെയ്യാൻ തങ്ങളെ? നിങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുകയാ, നിങ്ങളെ അള്ളാഹു വലിയ ഭാഗ്യം നൽകി ആദരിച്ചിരിക്കുകയാണ്. ഷാഫി ഇമാം റഹിമഹുല്ല കേട്ടു നിന്നു. അവര് പറയുന്നു വകഫറ ബില്ലാഹി ബിലാ ഹയാ. ഇവിടെ കുറെ ആളുകളെ അള്ളാഹുവിനെ അവിശ്വസിക്കുകയാണ്, ഒരു നാണോ ഇല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു കൊടുക്കുന്ന വെള്ളം കുടിച്ച്, അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അല്ല ഇല്ല എന്ന് പറയുന്നു. ലോകത്ത് നിരീശ്വരവാദികൾ എന്താണ്? ഇവനൊക്കെ കഴിക്കുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും ഒക്കെ ദൈവം കൊടുത്തതാണ്. അത് ഏത് ദൈവം ആവട്ടെ, ഏത് ദൈവം ആവട്ടെ. ഒരു ബഹുസ്വര സമൂഹത്തിൽ ലോകത്തുള്ള മുഴുവൻ സംസ്കാരങ്ങളും അവരവരുടെ ദൈവമാണ് ശരിയെന്ന് പറയുമ്പോ, ഹക്ക് ഇസ്ലാമാണ്, അള്ളാഹുവാണ് എന്നത് നിലനിൽക്കുമ്പോ തന്നെ ഓരോ മതത്തിന്റെയും മതമേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ അവരുടെ ആരാധനാപാത്രങ്ങളെയോ തള്ളി പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികൾ ഉടുക്കുകയും തിന്നുകയും കുടിക്കുകയും സുഖിക്കുകയും ഭോഗിക്കുകയും ഭോജിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അവർ നാണമില്ലാത്തവന്മാരെന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ? നാണമില്ലാത്തവന്മാർ. കുറെ എണ്ണ അല്ല ഇല്ല എന്ന് പറയുന്നു, ദൈവം ഇല്ല എന്ന് പറയുന്നു, ബിലഹയ, ഒരു നാണോ ഇല്ലാതെ. വീണ്ടും ഷാഫി ഇമാമിനോട് പറയുകയാണ്, പ്രവാചകരെ ചീത്ത പറയുകയാ, പ്രവാചകരെ തെറിവിളിക്കുകയാ, ബിലാഹയാ, ഒരു ലജ്ജയുമില്ലാതെ പ്രവാചകരെ തെറിവിളിക്കുകയാ, പ്രവാചകരെ പ്രകോപിപ്പിക്കുകയാ, പ്രവാചകന്റെ അധ്യാപനങ്ങളെ മോശമായി ചിത്രീകരിക്കുകയാണ്, പ്രവാചകനെ വർഗീയവാദത്തിന്റെ പേരുകൾ ചേർത്തിട്ട് വിളിക്കുകയാണ്. ബിലാഹയാ, ഇന്നൊരു ലജ്ജയുമില്ല. എന്നിട്ട് വീണ്ടും പറയുന്നു വഹജറൽ ഖുർആന ബിലാഹയാ, ഒരു ലജ്ജയുമില്ലാതെ ഖുർആനിൽ നിന്ന് അകന്നു പോവുകയാ, ഒരു ലജ്ജയുമില്ലാതെ ഖുർആനിൽ നിന്ന് അകന്നു പോവുകയാ. ഈ ഷാഫി ഇമാം റഹിമഹുല്ലയോട് ജനങ്ങൾ വന്ന് ഈ പരാതി അങ്ങ് പറയുന്ന സമയത്ത്, സഹോദരങ്ങളെ, ഷാഫി ഇമാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? വെള്ളം കുടിക്കുന്നത് ലജ്ജ നഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ പടച്ചവനാണ് ഞാൻ വെള്ളം കുടിക്കാതെ മരിക്കേണ്ടി വന്നാൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരു തുള്ളി ജലപാനം നടത്തൂല എന്ന് പറഞ്ഞ ഷാഫി ഇമാം ഉണ്ടല്ലോ, പരാതിയുടെ കൂട്ടങ്ങൾ, പരാതിയുടെ കൂമ്പാരങ്ങൾ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ ഷാഫി ഇമാം റഹിമഹുല്ല പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇദാലം തഖ്ശ ആഖിബത്തൽ ലയാലി വലം തസ്തഹി ഫസ്നഇ മാ തശാഉ ഫലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറു വലദ് ദുനിയാ ഇദാ ദഹബൽ ഹയാഉ. ഷാഫി ഇമാം പറഞ്ഞ ഒരേ ഒരു വാക്കാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് ഭാഗ്യം കൊടുത്തൊരു മനുഷ്യനാണ്. അവരുടെ മുമ്പിൽ പരാതിയുടെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വെച്ച പൊതുജനങ്ങളുടെ മുമ്പിൽ മഹാനവറുകളുടെ വാക്കെന്തെന്നറിയോ? ഇദാലം തഖ്ശ ആഖിബത്തൽ ലയാലി വലം
വലം തസ്തഹി ഫസ്നഇ മാ തശാഊ. രാത്രിയുടെ അവസാന യാമങ്ങളുണ്ടല്ലോ, അതിൽ നിനക്ക് ലജ്ജയും ഭയവും ഇല്ല എങ്കിൽ ഫസ്നഇ മാ തശാഊ, നിനക്ക് തോന്നിയത് ചെയ്തോ. പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയുടെ 3-ാം യാമത്തില് ലജ്ജയില്ലാതെ ഭയമില്ലാതെ നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിനക്ക് നാണമില്ല ഭയമില്ലെങ്കിൽ തോന്നി നീ ചെയ്തോടാ. ഇത് പറഞ്ഞത് മറ്റൊരു കാര്യത്തെ പറ്റിയാണ്. ശേഷം മഹാനവറുകൾ പറയുകയാണ്, ഫലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറു വലദ് ദുനിയാ ഇദാ ദഹബൽ ഹയാ. പടച്ചവനാണ്, ജീവിതത്തിൽ യാതൊരു ഖൈറുമില്ല, ഈ ഭൂമിയിൽ യാതൊരു ദുനിയാവിൽ യാതൊരു ഖൈറുമില്ല. ഇദാ ദഹബൽ ഹയാ, ലജ്ജയില്ലെങ്കിൽ യാതൊരു ഖൈറും ജീവിതത്തിലില്ല, യാതൊരു ഖൈറായ കാര്യങ്ങളും ജീവിതത്തിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പാതിരാത്രിയുടെ നിശബ്ദതകളിലായാലും പകലിന്റെ വെളിച്ചത്തിലായാലും ഒരു മനുഷ്യനുണ്ടാകേണ്ട ഇസ്ലാമിന്റെ സംസ്കാരം ലജ്ജയാണ്. ഉലമാക്കൾ പറയുന്ന ലജ്ജ എന്ന് പറയുന്നത് അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നീയും ജനങ്ങളും തമ്മിലുള്ള കാര്യം. 2, ജനങ്ങളും നീയും തമ്മിലുള്ള കാര്യത്തിന് പുറമെ അള്ളാഹു നീയും തമ്മിലുള്ള കാര്യം. ലജ്ജ 2 രീതിയിലുണ്ട്. ഒന്ന്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ആവശ്യമില്ലാത്തടത്തൊക്കെ നിന്റെ കണ്ണ് പൂട്ടി വെക്കലാണ്, ഒരു കാര്യത്തിൽ നീ ഇടപെടാതിരിക്കലാണ്. ജനങ്ങളുടെ ഇടയിൽ നിനക്കുണ്ടാകേണ്ട ലജ്ജ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അനവസരത്തിൽ നിന്റെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുക. ഇനി രണ്ടാമത്തേത് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ്. ആ പടച്ചവനുമായി ബന്ധപ്പെട്ട ലജ്ജ എന്ന് പറയുന്നത് അതാണ് ലജ്ജ. അല്ലാഹ് തന്ന നിഅമത്തിനെ മനസ്സിലാക്കി അവൻ തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിനോട് എതിര് കാണിക്കുന്നതിനെ പേടിക്കുക, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുക. എപ്പോ? അല്ലാഹ് തരുന്ന നിഅമത്തുകളെ മനസ്സിലാക്കിയതിനു ശേഷം. അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. അതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. അതാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തുൻ നബവിയുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ മദീനയുടെ പള്ളിയുടെ പുറത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കരയിപ്പിച്ചതാരാ? നബി തങ്ങളെ കരയിപ്പിച്ചതാരാ? ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ബിഅബീ വ ഉമ്മി യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരാണ് അങ്ങ് കരയിപ്പിച്ചത്? എന്ത് വിഷയത്തിലാണ് അങ്ങ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറേ, ജിബ്രീൽ ഈ നിമിഷം വന്നിട്ട് മടങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ജിബ്രീലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നല്ലാഹ യസ്തഹീ മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബാ ഫലാ യസ്തഹീ ശൈഖു മിനല്ലാഹി അൻ യുദ്നിബാ ബഅദമാ ശാബ ഫിൽ ഇസ്ലാം. എന്നെ കേൾക്കുന്ന പ്രായാധിക്യമെന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ കേൾക്കാൻ വേണ്ടി പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്തിന്റെ പേരിലെന്നറിയോ? വാനലോകത്തിൽ നിന്ന് മലായിക്കത്തുകൾ ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലെത്തിയിട്ട് റസൂലുള്ളാഹിയോട് സന്ദേശം അറിയിച്ചു കൊടുക്കുകയാ. ജിബ്രീൽ പറയുകയാണ്, നബിയേ, ഇന്നല്ലാഹ യസ്തഹീ മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബാ. ഒരു മനുഷ്യനെ, മുസ്ലിമായ ഒരു മനുഷ്യനെ നരബാധിച്ച ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ശിക്ഷിക്കാൻ അല്ലാഹുവിന് ലജ്ജയാ, അല്ലാഹുവിന് ലജ്ജയാണ്. സഹോദരങ്ങളെ, നരബാധിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, ഒരു മുസ്ലിമായ മനുഷ്യനെ പ്രായാധിക്യമെന്ന് അവന് ജനിച്ച് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക്, അവിടെ നിന്ന് കൗമാരത്തിലേക്ക്, അവിടെ നിന്ന് യൗവനത്തിലേക്ക് എത്തിയിട്ട് പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുമല്ലോ. ആ വാർദ്ധക്യത്തിലേക്ക് എത്തിയതിനു ശേഷം ആ മനുഷ്യൻ നരബാധിച്ചു പോയാൽ, അങ്ങനെ നരച്ച ഒരു മനുഷ്യന് അള്ളാഹു അവനെ ശിക്ഷിക്കാൻ ലജ്ജിക്കുകയാണ്. കരഞ്ഞത് അതുകൊണ്ടല്ല. അള്ളാഹ്ക്കൊരു നരബാധിച്ച വൃദ്ധനായ ഒരു ആണിനെ, പെണ്ണിനെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് വല്ലാത്ത ലജ്ജയുണ്ട്. പക്ഷേ ഫലാ യസ്തഹി ശൈഖു മിനല്ലാഹി അൻ യുദ്നിബാ ബഅദമാ ശാബ ഫിൽ ഇസ്ലാം. എന്നാൽ മുസ്ലിമായതിനു ശേഷം മുസ്ലിമായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യന് അള്ളാന്റെ അടുക്കൽ തെറ്റ് ചെയ്യാൻ അവന് ലജ്ജയില്ലല്ലോ, അവന് ലജ്ജയില്ലല്ലോ എന്ന് ഓർത്തിട്ട്
ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടതാ. ആ ലജ്ജയില്ലാത്ത മനുഷ്യരുടെ അവസ്ഥ ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണവാളന്, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്, മദീനത്തുൻ നബവി എന്ന് പറയുന്ന പരിശുദ്ധമായ പള്ളി മസ്ജിദുൻ നബവിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തേങ്ങിക്കരയുമ്പോ, സഹോദരങ്ങളെ, പ്രായാധിക്യം വന്ന വൃദ്ധനായ മനുഷ്യന്റെ നരബാധിച്ചു പോയ ആ ശരീരത്തെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് ലജ്ജയുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ലജ്ജിക്കുന്ന മനുഷ്യ അള്ളാഹുവിന്റെ മുമ്പില് പാപം ചെയ്യാനും മനുഷ്യന് ലജ്ജയില്ല. എത്ര പ്രായം ചെന്നാലും മനുഷ്യനെ തെറ്റു ചെയ്യാൻ യാതൊരു മടിയുമില്ല. മദ്യപിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്താൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുമ്പിലല്ലേ? പലിശയുടെ വിഷയത്തിൽ മുമ്പിലല്ലേ? ഏത് വിഷയമായാലും മുസ്ലിം ഉമ്മത്ത് പിന്നിലല്ല. ഈ കഴിഞ്ഞ തിരുവോണ നാളില് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റൊഴിക്കപ്പെട്ട പ്രദേശം എവിടെയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം പച്ചവെള്ളം പോലെ, പകൽ വെളിച്ചം പോലെ നമുക്കറിയുന്ന കാര്യമാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയാട്, അല്ലാഹുവിന്റെ ഹബീബ് കരയാനുണ്ടായ കാരണം, നരബാധിച്ചതിനു ശേഷം അവനെ ശിക്ഷിക്കാൻ അല്ലാഹുവിന് ലജ്ജയുണ്ടെങ്കിൽ പോലും നരബാധിച്ച മനുഷ്യന് പടച്ചവനോട് ധിക്കാരം പ്രവർത്തിക്കാൻ യാതൊരു ലജ്ജയുമില്ല എന്ന കാര്യം ജിബ്രീൽ അറിയിച്ചപ്പോൾ ഓർത്തോർത്ത് റസൂലുള്ള കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ സംസ്കാരം അത് ലജ്ജയാണ്. പാപങ്ങളിൽ നിന്ന് മാറുക. ഇത്രയും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ലജ്ജ എന്ന് പറഞ്ഞാൽ നല്ല തുണി ഉടുക്കൽ മാത്രമല്ല, മൃഗങ്ങളെക്കാൾ ഏറ്റവും അധപ്പതിച്ചവരായ മനുഷ്യന്മാരുമെന്നാണ് സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട ചില മഹത്തുക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്. നീ ഒരു തെറ്റ് ചെയ്യുമ്പോ, നീ പലിശ വാങ്ങാൻ ഒരുങ്ങുമ്പോ, നീ മദ്യപിക്കുമ്പോ, നീ മദ്യം നിന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് കുപ്പിയിൽ നിന്ന് നീ പകരുമ്പോ, നീ ആദ്യം ചെയ്യാനുള്ളത് സലഫ് സ്വാലിഹീങ്ങളുടെ വാക്കാണ്. ഇത് ചെയ്തു നോക്ക്, എന്നിട്ട് മനസ്സിലാക്കി നീ മനുഷ്യരാണോ മൃഗമാണോ എന്ന്. കള്ള കുടിക്കുന്നവർ, മദ്യപിക്കുന്നവർ, പലിശ വാങ്ങുന്നവർ, പലിശയ്ക്ക് പൈസ കൊടുക്കുമ്പോ അവൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ചിന്തിക്കണം, എന്താ ചെയ്യേണ്ടത്? ആ പാപം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ മഹാന്മാര് പറയുന്നു, ഫർമി ബസറക ഇലസ്സമാ, നീ ആകാശത്തിലേക്കൊന്ന് നോക്കിയേ, എന്നിട്ട് വസ്തഹി മിമ്മൻ ഫീഹാ, ആ ആകാശത്തിലുള്ള മലായിക്കത്തുകൾ ഇത് കാണുന്നു എന്ന് നിനക്ക് തോന്നുമ്പോ നിനക്ക് ലജ്ജ ഉണ്ടാവും. കള്ള് കുടിക്കുന്ന ഒരാള് എന്ത് ചെയ്യണം? കള്ള് കുടിക്കാൻ ഒരുങ്ങുമ്പോ ആകാശത്തിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കണം. എന്തിനാണ്? മലായിക്കത്തുകൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, പടച്ചോനെ ഞാൻ എങ്ങനെയാണ് കള്ളു കുടിക്കുക, എങ്ങനെയാണ് പലിശ വാങ്ങുക. അങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ആ തെറ്റിൽ നിന്ന് നിനക്ക് മാറാൻ കഴിയുന്നില്ല എങ്കിൽ രണ്ടാമത് ഫർമി ബസറക ഇലൽ അർൾ, നീ നിന്റെ ചുറ്റുഭാഗത്തേക്കൊന്ന് നോക്കുക. വസ്തഹി മിമ്മൻ ഫിഹാ, ഇവിടെയുള്ള ആളുകൾ കണ്ടാൽ അത് മോശമല്ലേ എന്നൊരു ചിന്തയെങ്കിലും നിനക്കുണ്ടാകണം. എന്നിട്ടും നിന്റെ കയ്യിരിക്കുന്ന ഗ്ലാസും കുപ്പിയും കളയാൻ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ സലഫു സാലിഹീങ്ങൾ പറയാണ്, ഫഅദുദു നഫ്സക മിൻ ഫി അദദിൽ ബഹായിമി, നിന്നെ മൃഗങ്ങളുടെ എണ്ണത്തിൽ നീ എണ്ണിക്കോ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ നീ എണ്ണിക്കോ. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ ആകാശത്തിലുള്ള മലായിക്കത്തുകൾ ഇത് കാണുന്നുണ്ട്, മോശമല്ലേ, നിനക്ക് ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഭൂമിയിലുള്ള ആളുകൾ കണ്ടാൽ അത് നാണക്കേടല്ലേ എന്ന് ചിന്തിച്ച് നീ അവരിലേക്കൊന്ന് നോക്കുക. എന്നിട്ടും നിനക്ക് ആ തെറ്റ് ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ നിന്നെ എണ്ണേണ്ടത് മനുഷ്യരുടെ കൂട്ടത്തിലല്ല, മൃഗങ്ങളുടെ കൂട്ടത്തിലാണ്. സലഫു സാലിഹീങ്ങളുടെ വാക്കാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ഇത്രയും പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത കടന്നു വരും. എന്താണെന്നറിയോ? എന്താണ് ലജ്ജ? എന്താണ് ലജ്ജ? ഞാൻ ആവർത്തിച്ച് ആദ്യം മുതൽ നിങ്ങളെ ഉണർത്തിയത്, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നല്ല ഒരു ഡ്രസ് ഇടുന്നതോ അല്ലെങ്കിൽ നല്ല ഒരു കുപ്പായം ഇടുന്നതോ ഔറത്ത് മറച്ച് നിനക്ക് ലജ്ജയില്ലേ എന്നൊക്കെ ചോദിക്കും പെണ്ണുങ്ങളോട്. അവര് ധരിക്കുന്ന വസ്ത്രം, പെണ്ണുങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയണ്ട.
പുതിയ പുതിയ വസ്ത്രങ്ങൾ ഇറങ്ങി. ആയിക്കോട്ടെ, നമുക്കിപ്പോ പൊതുസമൂഹം ഒന്നും പറയാൻ പറ്റാത്ത ലോകമാണ്, ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. പക്ഷെ ഒരു കാര്യം, പല പല മോഡലുള്ള വസ്ത്രങ്ങൾ ഇറങ്ങിയപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി പറയുന്നവന്റെ ഭാര്യ ഇടുന്നുണ്ടെങ്കിൽ അതവന്റെ വിവരക്കേടാണ്, അതവരുടെ വിവരക്കേടാണ്. അത് നമ്മൾ ചേർത്ത് വായിക്കുക തന്നെ വേണം. ഇപ്പൊ പുതിയ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഇട്ടിട്ടുണ്ട്, ടോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നും. യഥാർത്ഥത്തിൽ പാന്റ് ഇട്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയല്ലേ പുതിയ സംസ്കാരം? ആ പാന്റിനെ ചുരുട്ടി 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 മുട്ടുവരെ കയറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ ഇടാതിരുന്നാ പോരെ? എന്നാ പിന്നെ ഇടാതിരുന്നാ പോരെ? ഓരോ സംസ്കാരങ്ങൾ ഇങ്ങനെ നമ്മൾ കടമെടുത്തോണ്ടിരിക്കാം. നിനക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം കമലാ സുരയ്യ ഇന്റർവ്യൂ വിദഗ്ധയോട് പറഞ്ഞ സംസ്കാരമാണ്. കമലാ സുരയ്യ, മാധവിക്കുട്ടി കമലാ സുരയ്യയായി അവരോട് ഒരു ഇന്റർവ്യൂ വിദഗ്ധയായ ഒരു ലേഡി ചോദിച്ചു, നിങ്ങൾക്ക് ഈ പർദ്ദ ഇടുന്നതിന് നാണക്കേട് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ അവര് പറഞ്ഞ മറുപടി? ഇപ്പോഴത്തെ വസ്ത്രം എന്നെ ഒന്ന് പീഡിപ്പിച്ചിട്ട് പോടാ, എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് പോടാ എന്ന് പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ പറയാതെ പറയുന്ന വസ്ത്രങ്ങളല്ലേ ഇന്നത്തെ വസ്ത്രം. അതുകൊണ്ട് ഇത്രയും കെയർഫുൾ ആയ വസ്ത്രം, ഇത്രയും ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വസ്ത്രം, ഇത്രയും സുരക്ഷിതത്വം നൽകുന്ന ഒരു വസ്ത്രം ഈ ഭൂമിയിൽ വേറെ ഏതാ ഉള്ളത്? അതാണ് പർദ്ദ. അതാണ് പർദ്ദ. ആ പർദ്ദ ഇട്ട് നടക്കുമ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും അവൾ ലജ്ജയുള്ള പെണ്ണാണ്, അവൾ നാണമുള്ള പെണ്ണാണ്. എന്നാൽ ഇത് മാത്രമാണോ ലജ്ജ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സംസ്കാരം? അല്ല. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്ന ലജ്ജയാണെന്ന് പറയുമ്പോൾ അതേതാ? നമ്മുടെ കുറ്റമല്ല. അള്ളാന്റെ റസൂൽ ഇത് അങ്ങോട്ട് സഹാബത്തിനോട് പറയുമ്പോ സഹാബാക്കളും പറഞ്ഞ ഇത് തന്നെയാ, നബിയെ ഞങ്ങൾ ലജ്ജയുള്ളവരല്ലേ? അപ്പൊ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ആ റസൂലുള്ളാഹിന്റെ മറുപടി എന്തായിരുന്നു? അത് നമ്മൾ ഇന്നത്തെ വിഷയത്തിന്റെ കാതലായ ഭാഗം. ഇനിയുള്ളൊരു 3/4 മണിക്കൂർ ഞാൻ അതിനെപ്പറ്റിയാ പറയാ. ഇൻഷാ അല്ലാഹ് 10 മണിയാകുമ്പോ നമുക്ക് നിർത്തണം. ദുആ ചെയ്തൊരു 10 ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് പിരിയണം. അതല്ലേ നല്ലത്? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പള്ളിയുടെ മുറ്റം, പള്ളി മനോഹരമാണ്, നല്ല മനോഹരമായ പള്ളി, ചുറ്റുമതിലോടുകൂടി അൽഹംദുലില്ലാഹ് വളരെ ഗംഭീരമായ പള്ളിയാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഇതിനുവേണ്ടി ത്യാഗം ചെയ്തവർ, ശ്രമദാനം നടത്തിയവർ, സാമ്പത്തികമായി ദാനം നൽകിയവർ, മനസ്സുകൊണ്ട് ഇതിനോട് ചേർന്ന് നിന്നവർ, ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൽ സന്തോഷിക്കുന്നവർ, അള്ളാഹു ഓർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്തെന്നറിയോ? മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളി എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവൂല, വൃത്തിയാവില്ല. അതുകൊണ്ട് മതിൽക്കെട്ടിന്റെ ഉള്ളില് പള്ളിയുടെ മുറ്റത്ത് ഒരു ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയാവും. ഇതിന് ഇപ്പൊ നല്ല കാണാൻ നല്ല ഗ്ലാമർ ഒക്കെ ഉണ്ട്, നല്ല സൗന്ദര്യമുള്ള ഒരാള് വാ തുറക്കുമ്പോ പല്ലില്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കിയേ. നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചത്തിയാണ്, നല്ല മൊഞ്ചനാണ്, പക്ഷെ വാ തുറക്കരുത്, ഇങ്ങനെ നിൽക്കണം. വാ തുറന്നാൽ മുന്നിലെ 5-6 പല്ലില്ല എങ്കിൽ എന്തൊരു വൈരൂപ്യമാണ്. അതാ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് 2400 സ്ക്വയർ ഫീറ്റ് അല്ലെ? 2400 സ്ക്വയർ ഫീറ്റ്, 2500 കൂട്ടിക്കോ. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ആ പല്ല് വെച്ച് പിടിപ്പിച്ച് പിന്നെ ഇത്രയും വലിയ മൊഞ്ച് കുറ്റിമൂട്ടിൽ വേറെ ഒന്നിനും ഉണ്ടാവൂല. ആ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് 70 രൂപയാണ്, 10 സ്ക്വയർ ഫീറ്റ് 700 രൂപയാണ്, 100 സ്ക്വയർ ഫീറ്റ് 7000 രൂപയാണ്. 7000 രൂപ വെച്ചിട്ട് 25 പേരും മനസ്സു വെച്ചാൽ നമ്മുടെ വിഷയം കാര്യം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതാണ് ഈ ഒത്തൊരുമ എന്ന് പറയുന്നത്. ഒത്തൊരുമ. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, കൂടപ്പുറപ്പ് മരിച്ചു, ഉറ്റവർ മരിച്ചു, ഉടയവർ മരിച്ചു. നമുക്ക് വലിയ വിഷമമാണ്. അവർക്ക് എന്താ ചെയ്യാ? ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റുമായിരുന്നു. മരിച്ചുപോയ വാപ്പാക്ക് ഇനി പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണ്ട, ഇനി നല്ല ഭക്ഷണം കൊടുക്കണ്ട,
ഇനി ഏറ്റവും വില കൂടിയ വാഹനം വാങ്ങി വാഹനത്തിൽ കയറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിക്കണ്ട. ഇനി നമുക്കുള്ളത് എന്താ? ആ വാപ്പാടെ ഖബറിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊരു അവധി കൊടുത്തൂടെ പ്രസിഡന്റ്? എത്ര 2 മാസം അല്ലേ കൊടുത്തൂടെ? 2 മാസം. റബീഉൽ അവ്വൽ തുടങ്ങി, നല്ല രാവാണ്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, 2 മാസം കഴിഞ്ഞ് ജമാദുൽ ഊല തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. 60 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. 7000 രൂപ 100 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ ഒരു 25 പേര് മനസ്സിലൊന്ന് നിയത്ത് വെക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞാലേ നിയത്ത് വെക്കാൻ അള്ളാഹു തൗഫീക്ക് തരൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 25 പേരിൽ എന്നെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നല്ലൊരു ആമീൻ പറയും. 25 പേരിൽ അള്ളാഹു എന്നെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. നമ്മുടെ നീയത്തെ നോക്കുള്ളൂ അള്ളാഹു. പൈസ ഉണ്ടോ അതൊരു പ്രശ്നമല്ല, പൈസ ഉണ്ടോ ഇല്ലയോ അതൊരു വിഷയമല്ല. നിനക്ക് മോഹം ഉണ്ടോ കൊടുക്കണോന്ന്, നിനക്ക് ആഗ്രഹമുണ്ടോ, എന്നാ നീ എണീറ്റോ. ആരാ തരുന്നത്? ഞാനല്ലേ തരുന്നത്. നീ എഴുന്നേറ്റ് കൈ പൊക്കിക്കോ, നിനക്ക് ഞാൻ തരും 10 ഇരട്ടി. അതിൽ 1 പള്ളിക്ക് കൊടുത്ത് ബാക്കി 9 വെച്ചോ. എങ്ങനെയൊക്കെ ലാഭം നമുക്ക്. ഇൻഷാ അല്ലാഹ് ഞാനത് ഒരു 9:30 മണിയാകുമ്പോൾ ചോദിച്ചോളാം. അരമണിക്കൂറൂടെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ. ഇത്രയും നമ്മൾ പറഞ്ഞു. ലജ്ജയുമായി ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടമാണ്. ദീൻ നഷ്ടപ്പെടും, ഈമാൻ നഷ്ടപ്പെടും, സംസ്കൃതി നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരാജയങ്ങളും ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ മൃഗങ്ങളെക്കാൾ മോശമായ നിലയിൽ അല്ലാഹു നോക്കിക്കാണും. ഇതൊക്കെ പറയുമ്പോ എന്താണ് ഈ ലജ്ജ? അതും കൂടെ പഠിക്കണമല്ലോ. അതാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്നത് വളരെ വ്യക്തമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുമ്പോൾ സഹാബത്തിനോട് പറയുകയാണ്, ഓ സഹാബാ, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ. അള്ളാഹുവിനോട് നിങ്ങൾ ലജ്ജയുള്ളവരാവുക. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ലജ്ജയുള്ളവരാവുക. ഹഖൽ ഹയാ, ഈ ലജ്ജ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെ നിങ്ങൾ ലജ്ജയുള്ളവരാവുക. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഈ കല്ലറയിലെ, ഈ കുറ്റിമൂട്ടിലെ, ഈ പരിശുദ്ധമായ പള്ളിമുറ്റത്ത് ഒരുമിച്ചുകൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്, ലജ്ജ വേണമെന്ന് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ആണുങ്ങൾ ആരാ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ശരീരത്തിന്റെ ഭാഗം പുറത്ത് കാണിച്ചിട്ടുള്ളത്? ആരാണ് മോശമായ വസ്ത്രം ധരിച്ച് ഇവിടെ വന്നിട്ടുള്ളതില്ല. എല്ലാവരും നല്ല നിലയിൽ നല്ല ടിപ് ടോപ്പായി തന്നെയാണ് വന്നിട്ടുള്ളത്. സ്ത്രീകളും ഔറത്ത് മറച്ചിട്ടാ വന്നിട്ടുള്ളത്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ സഹാബാക്കൾ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് നമ്മളും പറയുക. ഉസ്താദേ, നമ്മൾ ലജ്ജയുള്ളവരാണ്. നമ്മുടെ ഭാര്യമാര്, സഹോദരിമാര്, പെൺമക്കളും ലജ്ജയുള്ളവരാണ്. ഇത് സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാ. ഇന്നാലനസ്തഹീ, അൽഹംദുലില്ലാഹ്, നബിയേ അല്ലാഹുവിന് സ്തുതി, ഞങ്ങൾ ഏറ്റവും നല്ല ലജ്ജയുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ ലജ്ജയുള്ളവരെ തന്നെയാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ലൈസദാക, നിങ്ങൾ മനസ്സിലാക്കിയതല്ല മക്കളെ ലജ്ജയെന്ന് പറയുന്നത്. സ്വഹാബത്തിനോട് പറയുകയാണ്, ലൈസദാക, നിങ്ങളെ കരുതുന്നത് പോലെയല്ല ലജ്ജയെന്ന് പറയുക. വലാകിന്നൽ ഇസ്തിഹ്യാ, ലജ്ജയെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പേരിൽ ലജ്ജിക്കേണ്ട വിധം ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ 4 കാര്യങ്ങളാണ്. വളരെ സാഗൂതം നിങ്ങൾ കേൾക്കണേ. 4 കാര്യങ്ങളാണ് ലജ്ജയെന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല കട്ടിയുള്ള കോട്ടന്റെ മുണ്ടുടുക്കലല്ല, പർദ്ദയിട്ട് നടക്കലല്ല, ശരീരത്തിന്റെ ലാവണ്യം പുറത്തു കാണിക്കാതെ, ശരീരത്തിന്റെ ആകാര സൗട്ടവും വടിവൊത്ത ശരീരം പുറത്തു കാണിക്കാതെ എല്ലാ നിലയിലും പൊതിഞ്ഞു കെട്ടി നടക്കുന്നതല്ല ലജ്ജയെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ സഹാബത്ത് പറഞ്ഞു, നബിയേ ഞങ്ങൾ ലജ്ജയുള്ളവരാണ്. അവരുടെ മനസ്സിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാ ഓടി വന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൈസദാക, കാര്യം അങ്ങനെയല്ല. പക്ഷേ ലജ്ജയെന്ന് പറഞ്ഞാ നിങ്ങൾക്ക് എന്താണെന്നറിയോ? وتحفظ
البطن وما حوى ولتذكر الموت والبلا ومن أراد الآخرة ترك زينة الدنيا. ഈ 4 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ലജ്ജയെന്ന് പറയുന്നത്. ഈ 4 കാര്യമാരെ മുറുകെ പിടിക്കുന്നുവോ ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹയാ മിനല്ലാഹി ഹഖൽ ഹയാ. എന്നാൽ അവന് ഏത് ലജ്ജയാണോ അവന് വേണ്ടത് ആ ലജ്ജ സമ്പൂർണ്ണമായി സാക്ഷാത്കരിച്ചവനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4 കാര്യങ്ങളെ മുറുകെ പിടിക്കുവോ അടിവരയിട്ട് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും മനസ്സിന്റെ കോണിൽ ഒന്ന് കുറിച്ചിട്ട് കൊള്ളട്ടെ. എന്താ ലജ്ജയെന്നറിയോ? ഒന്നാമത്തേതാണ് തഹ്ഫളർ റഅസ വമാ വആ. അൻ തഹ്ഫളർ റഅസ വമാ വആ. നിന്റെ ശിരസ്, ആ തല ചുറ്റപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾ നീ സൂക്ഷിച്ചാൽ മതി. എന്തൊക്കെ വന്നതിനകത്ത്? മനുഷ്യന്റെ അറിവുകൾ, ഒരു മനുഷ്യൻ അറിവുകൾ സ്വീകരിക്കുന്നത് 5 രീതിയിലാണ്, അല്ലേ? അതിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ എന്നെ ഏതെല്ലാം രീതിയിലാണ്? നിങ്ങളിപ്പോ എന്നെ 2 രീതിയിലാണ് നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? 1 കണ്ടറിവ്, ഞാൻ നിൽക്കുന്ന കാണുന്നുണ്ട്. 2 കേട്ടറിവ്, എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിൽ 4 എണ്ണവും 5-മത്തത് 1 അടക്കം തലയിലാ ഉള്ളത്. കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, കൊണ്ടറിവ്. ഇത് 5ഉം തലയിലുണ്ട്. എന്നാൽ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ആകെ ഉള്ളത് 1 എണ്ണം മാത്രം, കൊണ്ടറിവ്. ബാക്കി 4 എണ്ണവും 5 എണ്ണവും സമ്പൂർണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അവയവം തലയുമായി ബന്ധപ്പെട്ട അവയവമാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തഹ്ഫളർ റഅസ വമാ വആ. നിന്റെ തല ചുറ്റപ്പെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കാണേണ്ടത് മാത്രം കാണുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, മണക്കേണ്ടത് മാത്രം മണക്കുക. ഇനിയിപ്പോ റബീഉൽ അവ്വൽ വരിക, 12-ന്റെ അന്നൊക്കെ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ലോറി നിറച്ച് ബോക്സ് വെച്ച് കെട്ടി. ഇത് പറയുമ്പോ എന്നെ ഏതെങ്കിലും ഇസക്കാരനാക്കി നിങ്ങൾ മാറ്റണ്ട. ഞാൻ ഏത് ഇസക്കാരനാണെന്ന് ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പറയുന്നത് റബീഉൽ അവ്വൽ മാസത്തിൽ ഇതൊന്നും ചെയ്യുന്നത് ഇസ്ലാമികമല്ല എന്ന് ഞാൻ പറയുന്നതല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കവലകളായ കവലകളിൽ പ്രസംഗിക്കാനും പ്രവാചകരെ പരിചയപ്പെടുത്താനും നമ്മൾ അവസരങ്ങൾ ഉപയോഗിക്കണം. അതൊരു ലോറി തന്നെ ആകണമെന്നില്ല. ഒരു ടിപ്പർ വിളിച്ചാലും സന്തോഷമേ ഉള്ളൂ. ഏറ്റവും വലിയ വാഹനം വിളിച്ചാൽ അതിൽ സന്തോഷമേ ഉള്ളൂ. ഒത്തിരി ബോക്സ് വെച്ച് കെട്ടിക്കിട്ട് ജനങ്ങളുടെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖിനെ പറ്റിക്കിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നന്മ തന്നെയാണത്, തിന്മയൊന്നുമല്ല. ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. എല്ലാ കവലകളിലും മധുരം നൽകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് ഇസ്ലാമിന്റെ പ്രാമാണിക പിൻബലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടത്തെ വിഷയമല്ല. ഉണ്ട് എന്ന് പലര് പറയും, ഇല്ല എന്ന് ചിലര് പറയും. നമ്മൾ പറയുന്നത് ഇതൊന്നും ഇസ്ലാമിന് വിരുദ്ധമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ആ സംസ്കാരം നമ്മൾ വെച്ച് പുലർത്തുമ്പോഴും രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് വാഹനത്തിൽ നമ്മൾ യാത്ര ആരംഭിച്ച് വൈകുന്നേരം എവിടെയെങ്കിലും പൊതുസമ്മേളനത്തിൽ കൂടി ആ പൊതുസമ്മേളനത്തിൽ പ്രൗഢമായ പ്രസംഗം കേട്ട് വൈകുന്നേരം നമ്മൾ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ പൊന്നുമോനെ എത്ര വക്കത്ത് നമസ്കാരം ഇതിനിടയിൽ കഴിഞ്ഞു. എത്രയോ വീടുകൾ, എത്രയോ പള്ളികളുടെ മുമ്പിലാണ് വാഹനം വന്ന് നിൽക്കുമ്പോ മാപ്പിളപ്പാട്ടും പുതിയ പുതിയ സിനിമാ മോഡലിലെ പാട്ടുകൾ, മാപ്പിളപ്പാട്ടിന്റെ ഈരടികളിൽ, അതിന്റെ ശീലുകളിൽ എത്രയോ മനോഹരമായ നിലയിൽ ആളുകൾക്ക് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടുമ്പോൾ ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ഒരളവോളം ചെറുപ്പക്കാർ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോഴും ആ ശ്രമം മുഴുവനും വിഫലമായി കൊണ്ട് പള്ളികളുടെ നിസ്കാരത്തിന് പങ്കാളികളാകാത്ത നബിദിനാഘോഷം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? പറയിപ്പിക്കുക എന്നല്ലാതെ ഒരിക്കലും അത്
നമുക്ക് ഗുണകരമായി ഉണ്ടാകുമെന്നാലും പ്രതീക്ഷിക്കണ്ട. റബീഉൽ അവ്വൽ മാസത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് നബിദിനാഘോഷിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, സങ്കടം തോന്നിപ്പോവുകയാണ്. നബിദിനാഘോഷങ്ങളുടെ പേരിൽ റബീഉൽ അവ്വൽ മാസമാണ്, ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ രംഗത്ത് വരേണ്ട സമയമാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്ക്, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്ക്, മക്കളെ കൊണ്ട് അപദാനങ്ങൾ പ്രകീർത്തിക്ക്, മദ്ഹുകൾ പാടിപ്പിക്ക്, പ്രസംഗിപ്പിക്ക്, കവലകളിൽ കുഞ്ഞു മക്കളെ കൊണ്ട് പ്രസംഗിപ്പിക്ക്. അള്ളാന്റെ ഹബീബിനെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കവിതകൾ ജനമധ്യത്തിലെ വെയിറ്റിംഗ് ഷെഡിലും ബസ് സ്റ്റാൻഡുകളിലും കവലകളിലും പറയിപ്പിക്ക്, കേൾക്കട്ടെ. അള്ളാന്റെ റസൂലിനെ പറ്റിയിട്ടുള്ള അപദാനം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും കോൽമയിൽ കൊള്ളട്ടെ. അതൊക്കെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് കള്ളുകുടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, മണക്കേണ്ടത് മാത്രമേ മണക്കാൻ പാടുള്ളൂ, രുചിക്കേണ്ടത് മാത്രമേ രുചിക്കാൻ പാടുള്ളൂ, കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, കാണേണ്ടത് മാത്രമേ കാണാൻ പാടുള്ളൂ.